Good morning, students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഗതാഗത മേഖലയിലെ പുരോഗതി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പൊ ഗതാഗത മേഖലയിലെ പുരോഗതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും PDF കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ആദ്യം നമുക്ക് റോഡ് ഗതാഗതം എന്താണെന്ന് നോക്കാം. റോഡ് ശൃംഖലകളിൽ ലോകത്തിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. റോഡ് ശൃംഖലകളിലെ ലോകത്തിലെ 2ാം സ്ഥാനത്തുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിൽ ദേശീയ പാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ആരാണ് നമ്മുടെ ഇന്ത്യയിലെ ദേശീയ പാതകളും നിർമ്മാണങ്ങളും അതിന്റെ അറ്റകുറ്റപ്പണികളും ഒക്കെ നിർവഹിക്കുന്നത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1988. പ്രവർത്തനം ആരംഭിച്ചത് 1995-ലാണ്. അപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1988, അതായത് 1988-ലും, പക്ഷെ പ്രവർത്തനം ആരംഭിച്ചത് 1995-ലുമാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിലിപ്പോ ചോദിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് 2ാമത്തെ പോയിന്റ് ആണ്. ഇന്ത്യയിൽ ദേശീയപാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം കേട്ടോ. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയപാതകളുടെ നവീകരണത്തിനായി ആരംഭിച്ച പദ്ധതി അതേതാണ്? നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് ആണ്. നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയപാതകളുടെ നവീകരണത്തിനായിട്ട് ആരംഭിച്ച പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇത്ര ഒരു കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് റോഡ് ശൃംഖലകളിലെ ലോകത്തിലെ 2ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എന്നാണ്? 1988. പക്ഷെ പ്രവർത്തനം ആരംഭിച്ചത് 1995-ലാണ്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ദേശീയപാതകളുടെ നവീകരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി സുവർണ ചതുഷ്കോണം, അതിനെപ്പറ്റി എന്താണ് സുവർണ ചതുഷ്കോണം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രൊജക്റ്റ് ആണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. എങ്ങനെ? അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രൊജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏതാണ്? സുവർണ ചതുഷ്കോണമാണ്. സുവർണ ചതുഷ്കോണം പ്രൊജക്ട് വഴി ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. 4 നഗരങ്ങളാണ് സുവർണ ചതുഷ്കോണം പ്രൊജക്ട് വഴി ബന്ധിപ്പിക്കുന്നത്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. സുവർണ ചതുഷ്കോണം തറക്കല്ലിട്ട വർഷമാണ് 1999 ജനുവരി 6-ന്. എന്നാണ് സുവർണ ചതുഷ്കോണം തറക്കല്ലിട്ടത്? 1999 ജനുവരി 6-ാം തീയതിയാണ് സുവർണ ചതുഷ്കോണം തറക്കല്ലിട്ടത്. സുവർണ ചതുഷ്കോണം പ്രൊജക്ട് തറക്കല്ലിട്ടത് അടൽ ബിഹാരി വാജ്പേയി ആണ്. ആരാണ്? നമ്മുടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് സുവർണ ചതുഷ്കോണം പ്രൊജക്ട് തറക്കല്ലിട്ടത്. അടൽ ബിഹാരി വാജ്പേയി ട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രൊജക്ട് ഏതാണ്? സുവർണ ചതുഷ്കോണം. സുവർണ ചതുഷ്കോണം പ്രൊജക്ട് വഴി ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. സുവർണ ചതുഷ്കോണം തറക്കല്ലിട്ട വർഷമാണ് 1999 ജനുവരി 6-ാം തീയതി. സുവർണ ചതുഷ്കോണം പ്രൊജക്ട് തറക്കല്ലിട്ടത് ആരാണ്? നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് ട്ടോ. ഇനി നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ട് ആരംഭിച്ച വർഷം 1998-ലാണ്. എന്നാണ് നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ട് ആരംഭിച്ച വർഷം? 1998. അതായത് സുവർണ ചതുഷ്കോണത്തിന്റെ ഒരു വർഷം മുന്നേ ആണ് നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ട് ആരംഭിച്ച വർഷം. സുവർണ ചതുഷ്കോണം ആരംഭിച്ച വർഷം എന്നാണ്? 1999. അതിന് ഒരു വർഷം മുന്നേ ആണ് നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ട് ആരംഭിച്ചത് കേട്ടോ, 1998. ഇനി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം എന്നാണ്? 1960 മെയ് 7-ാം തീയതി.
ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷമാണ് 1990 മെയ് 7 മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മളാണ് കേട്ടോ, നമ്മൾ കേരളീയരാണ്. മുഴുവൻ ഗ്രാമങ്ങളും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത ഏതാണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ആരാണ്? ഷേർഷാ സൂരി. ഷേർഷാ സൂരിയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത്. ആരാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത്? ഷേർഷാ സൂരി. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്തയും അമൃത്സറും ആണ് കേട്ടോ. അതായത് ഈ കൊൽക്കത്തയും അമൃത്സറും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഉള്ളത് കേട്ടോ. അപ്പൊ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്തയും അമൃത്സറും. ശ്രീനഗറിലെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ഏതാണ്? തെക്ക് വടക്ക് ഇടനാഴി. ശ്രീനഗറിലെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ആണ് തെക്ക് വടക്ക് ഇടനാഴി. അപ്പോൾ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആരംഭിച്ച വർഷം എന്നാണ്? 1998 സുവർണ ചതുഷ്കോണം ആരംഭിക്കുന്നതിന്റെ ഒരു വർഷം മുന്നേ. സുവർണ ചതുഷ്കോണം എന്നാണ്? 1999. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം 1960 മെയ് 7 എന്നാണ്? 1960 മെയ് 7. മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ആരാണ്? ഷേർഷാ സൂരിയാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത ടു അമൃത്സർ വരെയാണ് കേട്ടോ. ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ഏതാണ്? തെക്ക് വടക്ക് ഇടനാഴി. തെക്ക് വടക്ക് ഇടനാഴി. ഇനി പോർബന്ദറിനെ, അതായത് ഗുജറാത്തിലെ സ്ഥലമാണ് പോർബന്ദർ കേട്ടോ. അപ്പൊ പോർബന്ദറിനെ ഗുജറാത്ത് സിൽച്ചാറുമായി, അതായത് സിൽച്ചാർ എന്ന് പറയുന്നത് ആസാമിലെ ഒരു സ്ഥലമാണ്. അപ്പം ഗുജറാത്തിലാണ് പോർബന്ദർ, പിന്നെ ആസാമിലാണ് സിൽച്ചാർ. അപ്പം ഗുജറാത്തിനെ സിൽച്ചാറുമായി ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ആണ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. അപ്പൊ ഏതായിരുന്നു? തെക്ക് വടക്ക് ഇടനാഴി. ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ തെക്ക് വടക്ക് ഇടനാഴിയാണ്. പോർബന്ദറിനെ സിൽച്ചാറുമായി ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ഏതാണ്? കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയാണ്. രണ്ടും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. അതായത് ദേശീയപാത 27 ഈ പറയുന്ന കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. അതായത് പോർബന്ദറും ഗുജറാത്തും തമ്മിൽ ഉള്ള ദേശീയപാതയാണ് 27 എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ മറ്റു ദേശീയപാതകളുമായി ബന്ധമില്ലാത്ത ദേശീയപാത ഏതാണ്? NH4 ആണ്. അതായത് NH223 ആൻഡമാൻ നിക്കോബാർ കേട്ടോ. ഒരു കേന്ദ്രഭരണ പ്രദേശമാണല്ലോ അല്ലെ. അപ്പൊ ഇന്ത്യയിലെ മറ്റൊരു ദേശീയപാതകളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ദേശീയപാതയാണ് ഏത്? NH4. അതിന്റെ മറ്റൊരു പേരാണ് NH223 ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത്. ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? NH4 ആണ്. അപ്പൊ ആൻഡമാൻ നിക്കോബാർ റോഡ് അറിയപ്പെടുന്ന പേരെന്താ? NH4 എന്നാണ് കേട്ടോ. റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്ന പാത ഏതാണ്? രാജ്പഥ് റോഡ്, ന്യൂഡൽഹി. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, രാജ്പഥ് റോഡ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്നത്. അപ്പോ പോർബന്ദറിനെ, അതായത് ഗുജറാത്തിലെ പോർബന്ദറിനെ ആസാമിലെ സിൽച്ചാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ഏതാണ്? കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. പിന്നെ ഏതായിരുന്നു പറഞ്ഞത് നമ്മള്? ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ തെക്ക് വടക്ക് ഇടനാഴിയാണ്. പിന്നെ ഇന്ത്യയിലെ മറ്റു ദേശീയ പാതകളുമായി ബന്ധമില്ലാത്ത ദേശീയപാത ഏതാണ്? NH4 അല്ലെങ്കിൽ NH223 ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി ദേശീയപാത 27 വരുന്നത് കേട്ടോ. ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? NH4 ആണ്. റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്ന പാത ഏതാണ്? രാജ്പഥ് റോഡ്, ന്യൂഡൽഹിയിലാണ്. ഇനി രാജ്ഞി പാത എന്നറിയപ്പെടുന്നത് ഏതാണ്? ജൻപത്, ക്യൂൻസ് വേ, ന്യൂഡൽഹി. രാജ്ഞി പാത എന്നറിയപ്പെടുന്നത് ന്യൂഡൽഹിയിലെ ജനപദാണ്, അതായത് ക്യൂൻസ് വേ എന്നാണ് പറയുന്നത്. രാജ്ഞി പാത, ക്യൂൻസ് വേ എന്നറിയപ്പെടുന്നത് ജനപദ്, ന്യൂഡൽഹിയിൽ കേട്ടോ. ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്?
മഹാരാഷ്ട്രയാണ് കേട്ടോ. ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ എത്ര കിലോമീറ്റർ ആണ്? 17.75 കിലോമീറ്റർ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫോൺ നമ്പർ സീക്വൻസ് എന്ന മാതിരി നിങ്ങൾ പറയുക. അത് അല്ലാതെ ഇത് ഇങ്ങനെ ഇതിന്റെ ക്രമം അനുസരിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ 17.75 സുഖമായിട്ട് നിങ്ങൾക്ക് പറയാലോ, 17.75 കിലോമീറ്റർ. അപ്പൊ ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. എത്ര കിലോമീറ്റർ ആണ് വരുന്നത്? 17.75 കിലോമീറ്റർ കേട്ടോ. അല്ലെങ്കിൽ 17.757 കിലോമീറ്റർ അങ്ങനെ പറഞ്ഞ് പഠിച്ചാലും മതി. ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഗോവയാണ്. 293 കിലോമീറ്റർ ഗോവയിലാവുന്നുള്ളൂ കേട്ടോ. ദേശീയപാത ദൈർഘ്യം കുറവ് ഗോവ, ദൈർഘ്യം കൂടുതൽ മഹാരാഷ്ട്ര. റോഡ് ദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അതായത് റോഡിന്റെ ദൈർഘ്യം കൂടുതൽ മഹാരാഷ്ട്രയിലാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനവും മഹാരാഷ്ട്രയാണ്. അപ്പൊ മഹാരാഷ്ട്രക്ക് എന്തൊക്കെ വിശേഷണങ്ങൾ ഉണ്ടെന്ന് നോക്കി നോക്ക്. ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനമാണ്, റോഡ് ദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്, ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനവും ഈ പറയുന്ന മഹാരാഷ്ട്രയാണ് കേട്ടോ. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? ഗോവയും മേഘാലയയും. 5 മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനമാണ് ഗോവയും മേഘാലയയും. 5 വരുന്നുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH-44 ആണ്. പഴയ പേര് NH-47 NH-7 എന്നാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH-44 ആണ്. NH-44ന്റെ പഴയ നാമമാണ് NH-7 എന്ന് പറയുന്നത്. ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ്? NH-44 ആണ്. ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയ്ക്ക് പറയുന്നത് എന്താണ്? NH-44 എന്നാണ് കേട്ടോ പറയുന്നത്. ഈ ശ്രീനഗറിനെയും കന്യാകുമാരിയും ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏതാണ്? തെക്ക് വടക്ക് ഇടനാഴി. ഇനി ശ്രീനഗറിനെയും കന്യാകുമാരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത വരികയാണെങ്കിൽ അത് NH-44 ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? 966B. പഴയ പേര് NH-47A എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് 966B. പഴയ പേരാണ് NH-47A എന്ന് പറയുന്നത്. വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ്? NH-966B ആണ് കേട്ടോ. അപ്പൊ വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് NH-966B എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? രാജ്ഞി പാത, അതായത് ക്യൂൻസ് വേ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജനപത്താണ് ന്യൂഡൽഹിയിലെ. ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. എത്ര കിലോമീറ്റർ ആണ് വരുന്നത്? 17.757 കിലോമീറ്റർ. ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. 293 കിലോമീറ്റർ വരുന്നുള്ളൂ. ഇനി റോഡ് ദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യ സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനവും മഹാരാഷ്ട്രയാണ്. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഗോവ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഗോവ മാത്രമല്ല അതിന്റെ കൂടെ ഉള്ളത്, എന്താ? മേഘാലയം കൂടെ ഉണ്ട്. മൊത്തത്തിൽ 5 വരുന്നത് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH-44 ആണ്. ഈ NH-44 തോക്കില്ല, നിങ്ങൾ മനസ്സിലാലോചിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഒരു തോക്കുണ്ടല്ലോ പട്ടാളക്കാരുടെ കയ്യിലുള്ള. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH-44 ആണ്. NH-44ന്റെ പഴയ പേരാണ് NH-7. ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ്? അത് NH-44 ആണ്. പക്ഷെ ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഏതാണ്? തെക്ക് വടക്ക് ഇടനാഴിയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? 966B. പഴയ പേരാണ് NH-47A എന്ന് പറയുന്നത്. വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ്? NH-966B ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ ഇത് ഓണാക്കി ചോദിക്കണം കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലെ? അടുത്തത്, ന്യൂഡൽഹിയിലെ ഡൽഹൌസി റോഡിന് നൽകിയ പുതിയ പേരെന്താണ്? ദാരാ ഷിക്കോഹ് റോഡ്. എന്ത്? ദാരാ ഷിക്കോഹ് റോഡ് എന്നാണ് ന്യൂഡൽഹിയിലെ ഡൽഹൌസി റോഡിന് നൽകിയിട്ടുള്ള പുതിയ പേര് എന്ന് പറയുന്നത്.
ഇലക്ട്രോണിക് ബസ് സംവിധാനം പൊതുജനങ്ങൾക്കായി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലാണ് ഇലക്ട്രോണിക് ബസ് സംവിധാനം പൊതുജനങ്ങൾക്കായി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള എന്താണ് മോട്ടോറ ബിൽ റോഡ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. ഉംലി ഗ്ലാ പസ് എന്നാണ് അത്. നല്ല പേരില്ലേ, ഒരു അറബി പേരൊക്കെ കേൾക്കുന്ന പോലെ അല്ലെ. ഉംലിംഗ് ലാ പാസ് അതാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറ ബിൽ റോഡ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റോഡ് ഏതാണ്? മോട്ടോറ ബിൽ റോഡ് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. ഉംലിംഗ് ലാ പാസ് എന്നാണ് അതിന്റെ പേര് കേട്ടോ. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇനി അതിർത്തികളിലും തീരപ്രദേശങ്ങളിലും റോഡ് നിർമ്മാണത്തിന് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ഭാരത് മാല. എങ്ങനെ? അതിർത്തികളിലും തീരപ്രദേശങ്ങളിലും റോഡ് നിർമ്മാണത്തിന് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ഭാരത് മാല എന്ന് പറയുന്ന പദ്ധതി. സംസ്ഥാനങ്ങളിൽ ഗ്രാമീണ മേഖലയിൽ റോഡ് വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന. ഏതാണ്? നമ്മൾ കുറെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന. അതിന്റെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു എന്ന് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മേഖലയിലെ റോഡ് വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന എന്ന് പറയുന്നത്. 2000 ഡിസംബർ 25-നായിരുന്നു ഇത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മേഖലയിലെ റോഡ് വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന. 2000 ഡിസംബർ 25-നാണ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ന്യൂഡൽഹിയിലെ ഡൽഹൌസി റോഡിന്റെ പുതിയ പേരെന്താണ്? ദാരാ ഷിഹോഹ് റോഡ്. ഇലക്ട്രോണിക് ബസ് സംവിധാനം പൊതുജനങ്ങൾക്കായി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറ ബിൽ റോഡ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ലഡാക്കിൽ. അതിന്റെ പേരെന്താണ്? ഉംലിംഗ് ലാ പാസ് എന്നാണ് പേര് കേട്ടോ. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അതിർത്തികളിലും തീരപ്രദേശങ്ങളിലും റോഡ് നിർമ്മാണത്തിന് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതി ഏതാണ്? ഭാരത് മാല എന്ന് പറയുന്ന പദ്ധതിയാണ്. സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മേഖലയിലെ റോഡ് വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന. 2000 ഡിസംബർ 25-നാണ് ഈ ഒരു പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത്. ഇനി അതിവേഗ പാതകൾ നമുക്ക് നോക്കാം. ഏതാണ് അതിവേഗ പാതകൾ എന്നുള്ളത്? ഇന്ത്യയിലെ ആദ്യത്തെ 4-വരി എക്സ്പ്രസ് വേ ഏതാണ്? നാഷണൽ എക്സ്പ്രസ് വേ 1 അഹമ്മദാബാദിനെ വഡോദരയുമായി ബന്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ 4-വരി എക്സ്പ്രസ് വേ ഏതാണ്? നാഷണൽ എക്സ്പ്രസ് വേ 1. നാഷണൽ എക്സ്പ്രസ് വേ 1 ആണ് ഇന്ത്യയിലെ ആദ്യത്തെ 4-വരി എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. അഹമ്മദാബാദിനെ വഡോദരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പറയുന്ന നാഷണൽ എക്സ്പ്രസ് വേ 1 എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ 6-വരി പാത ഏതാണ്? ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ. ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6-വരി പാത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻ ഫീൽഡ് എക്സ്പ്രസ് വേ ഗ്രീൻ ഫീൽഡ് എക്സ്പ്രസ് വേ ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയെ അപ്പൊ തെറ്റിപ്പോകാനൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണല്ലോ അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6-വരി പാത ഏതാണ്? ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേക്ക് ഉള്ളത് കേട്ടോ. യമുന എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് നോയിഡ, ആഗ്ര. അപ്പൊ നോയിഡയിലും ആഗ്രയിലുമാണ് ഈ യമുന എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ ഏതാണ്? മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ്. അത് മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ 6-വരി എക്സ്പ്രസ് വേയും മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ്.
നീളം കൂടിയ 6 വരി പാതയാണ് ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ കേട്ടോ. അതാണ് മാറിപ്പോയതെന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ വിചാരിച്ചിരുന്നത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ്. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ 6 വരി പാത എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണ് കേട്ടോ. അപ്പൊ രണ്ടും തമ്മിൽ തെറ്റരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ 4 വരി എക്സ്പ്രസ് വേ ഏതാണ്? നാഷണൽ എക്സ്പ്രസ് വേ 1 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരി പാത ഏതാണ്? ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ ഏതാണ്? മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണ്. യമുന എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് നോയിഡയും ആഗ്രയും. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ ഏതാണ്? മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോൾഡ് ആക്സസ് ടോൾ റോഡ് അതേതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോൾഡ് ആക്സസ് ടോൾ റോഡ് മുംബൈ പൂനെ എക്സ്പ്രസ് വേ, മഹാരാഷ്ട്ര. അപ്പൊ മുംബൈ പൂനെ എക്സ്പ്രസ് വേ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മുംബൈ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മഹാരാഷ്ട്ര ആയിരിക്കുമല്ലോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോൾഡ് ആക്സസ് ടോൾ റോഡ് ഏതാണ്? മുംബൈ പൂനെ എക്സ്പ്രസ് വേ, മഹാരാഷ്ട്ര. അത് മാത്രമല്ല, ഈ മുംബൈ പൂനെ എക്സ്പ്രസ് വേക്ക് എന്തൊക്കെ സവിശേഷതകളുണ്ട്? ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ ആണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇതാ ഇപ്പൊ വേറൊരു വിശേഷണം കൂടിയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോൾഡ് ആക്സസ് ടോൾ റോഡും ഏതാണ്? മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ്, മഹാരാഷ്ട്രയിലെ. ദേശീയപാതകളിൽ വാഹനാപകടം നടന്നാൽ അറിയിക്കുവാനും സഹായം നേടാനുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിക്കുന്ന ടോൾ ഫ്രീ നമ്പർ അത് ഏതാണ്? 1033 അല്ലെങ്കിൽ 1033 അങ്ങനെ പഠിച്ചതല്ലേ ഒന്നും കൂടി സുഖം. 1033. ദേശീയപാതകളിൽ വാഹനാപകടം നടന്നാൽ അറിയിക്കുവാനും സഹായം നേടാനുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിക്കുന്ന ടോൾ ഫ്രീ നമ്പർ ആണ് 1033 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ കേട്ടോ. വീട്ടുപടിക്കലേക്ക് ഡീസൽ എത്തിക്കുവാൻ പദ്ധതി രൂപീകരിച്ച ഇന്ത്യൻ സിറ്റി ഏതാണ്? ബാംഗ്ലൂർ. കർണാടകയിലെ ബാംഗ്ലൂർ ആണ് വീട്ടുപടിയിലേക്ക് ഡീസൽ എത്തിക്കുവാൻ പദ്ധതി രൂപീകരിച്ച ഇന്ത്യൻ സിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത നഗരം ഏതാണ്? നാഗ്പൂർ. നാഗ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത നഗരം. അതായത് നമ്മളിപ്പോ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൽ പോണ പോലെയാണ് നാഗ്പൂരിൽ പോയിട്ട് പറയാണ് വണ്ടി ചാർജ് ചെയ്ത് തന്നേന്ന്. നമ്മൾ മൊബൈലൊക്കെ ചാർജ് ഇടുന്ന പോലെ തന്നെ വണ്ടി ചാർജ് ചെയ്യാൻ കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോ ചാർജ് ചെയ്യാൻ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ അപ്പൊ തന്നെ ചാർജ് ചെയ്ത് കിട്ടും, എന്താണ് അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് തുടങ്ങിയത് എവിടെയാണ്? നാഗ്പൂരിലാണ്. 100 cc കുറവുള്ള വാഹനങ്ങളിൽ പിൻസീറ്റ് യാത്ര നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കർണാടകയിൽ ഈ 100 cc കുറവുള്ള വാഹനങ്ങളുടെ പുറകിൽ ഇരുന്ന് പോകാൻ പാടില്ല എന്നാണ്. ഇനി ഇന്ത്യ വിഭജനത്തിന്റെ 70ാം വാർഷികത്തിൽ ഗ്രാൻഡ് ട്രക്ക് റോഡ് പ്രൊജക്ട് എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ച രാജ്യം ഏതാണ്? UK. യുകെയിലാണ് നമ്മുടെ ഇന്ത്യ വിഭജനത്തിന്റെ 70ാം വാർഷികത്തില് ഗ്രാൻഡ് ട്രക്ക് റോഡ് പ്രൊജക്ട് ആരംഭിച്ച രാജ്യം. നമ്മളുടെ ഇന്ത്യ വിഭജിച്ച സമയത്ത് ഇന്ത്യ വിഭജനത്തിന്റെ 70ാം വാർഷികത്തിൽ അവിടെ UK എന്തായിരുന്നു ചെയ്തത്? അവർ ഗ്രാൻഡ് ട്രക്ക് റോഡ് പ്രൊജക്ട് എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ടാക്സി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇലക്ട്രോണിക് ടാക്സി. അതാണ് ടാക്സി എന്ന് പറയുന്നത് കേട്ടോ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ടാക്സി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. അത് മാത്രമല്ല, എന്താ വേറെ ചെയ്തത്? ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത നഗരവും നാഗ്പൂരാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ്. ഈ വിശാഖപട്ടണം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല തമിഴ്നാട്ടിലോ കർണാടകയിലോ തെലങ്കാനയിലോ എവിടെയെങ്കിലും ആണ് എന്നുള്ളത്. പക്ഷെ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലാണ് എന്ന് നിങ്ങൾ മനസ്സിൽ പതിപ്പിക്കുക കേട്ടോ. അതിന്റെ പേര് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പേരായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്തിലാണ്. എവിടെ? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തില്. അപ്പൊ
ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോൾഡ് ആക്സസ് ടോൾഡ് റോഡ് എവിടെയാണ്? മുംബൈ എക്സ്പ്രസ് വേ മഹാരാഷ്ട്രയിലാണ്. അത് മാത്രമല്ല എന്തൊക്കെ വിശേഷങ്ങളുണ്ട്? ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേയും ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേയും ഏത് തന്നെയാണ്? മുംബൈ എക്സ്പ്രസ് വേ തന്നെയാണ്. പിന്നെ ദേശീയപാതകളിൽ വാഹനാപകടം നടന്നാൽ അറിയിക്കുവാനും സഹായം നേടുവാനുമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിക്കുന്ന ടോൾ ഫ്രീ നമ്പർ ഏതായിരുന്നു? 1033 ആയിരുന്നു. വീട്ടുപടിക്കലേക്ക് ഡീസൽ എത്തിക്കുവാൻ പദ്ധതി രൂപീകരിച്ച സിറ്റി ഏതാണ്? കർണാടകയിലെ ബാംഗ്ലൂർ സിറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത നഗരം എവിടെയാണ്? നാഗ്പൂരിലാണ്. 100 cc കുറവുള്ള വാഹനങ്ങളിൽ പിൻസീറ്റ് യാത്ര നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യ വിഭജനത്തിന്റെ 70ാം വാർഷികത്തിലെ ഗ്രാൻഡ് ട്രക്ക് റോഡ് പ്രൊജക്ട് എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച രാജ്യം ഏതാണ്? UK ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടാക്സി ആരംഭിച്ച സംസ്ഥാനം അത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ്. അടുത്ത ടോപ്പിക്ക് തുരങ്കങ്ങളും സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളും. തുരങ്കങ്ങളും സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും, ഇതാണ് അടുത്ത ടോപ്പിക് കേട്ടോ. ഇതില് പീർ പഞ്ചൽ, ചനാനി നാഷ്രി, ജവഹർ തുരങ്കം, ഇത് മൂന്നും എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് ഈ തുരങ്കങ്ങൾ മൂന്നും ഉള്ളത്? പീർ പഞ്ചലും ചനാനി നഷ്രി, ജവഹർ തുരങ്കം, ഇത് മൂന്നും ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി റോഹ്താങ് തുരങ്കം, ഇത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ടല്ലോ, റോഹ്താങ് തുരങ്കം എന്നുള്ളത്. റോഹ്താങ് തുരങ്കം ഹിമാചൽ പ്രദേശിലാണ്. മലിഗുഡ ഒഡീഷയിലാണ്. കാർബുഡെ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പം പീർ പഞ്ചല്, ചനാനി നഷ്രി, ജവഹർ തുരങ്കം, ഇത് മൂന്നും എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. റോഹ്താങ് തുരങ്കം ഹിമാചൽ പ്രദേശിലും, മാലിഗുഡ ഒഡീഷയിലും, കാർബുഡെ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുമാണ്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്കിതില് പ്രധാനപ്പെട്ട തുരങ്കങ്ങൾ എടുത്തു പഠിക്കാനുണ്ട്. അതിൽ ഈ ജമ്മു കാശ്മീരിലുള്ള ചനാനി നഷ്രി എന്ന് പറയുന്ന തുരങ്കത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കാനുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ അത് നോക്കുകയും ചെയ്യണം. ചനാനി നഷ്രി തുരങ്കം എന്താണ്? ഇതിന്റെ വിശേഷണങ്ങള്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം അതേതാണ്? ജമ്മു കാശ്മീരിലെ ചനാനി നഷ്രി തുരങ്കമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കമാണ് ജമ്മു കാശ്മീരിലെ ചനാനി നഷ്രി തുരങ്കം എന്ന് പറയുന്നത്. ചനാനി നഷ്രി തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദേശീയപാത 44-ലാണ്. ദേശീയപാത 44-ലാണ് ചനാനി നഷ്രി തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ചനാനി നഷ്രി തുരങ്കത്തിന്റെ മറ്റൊരു പേര് എന്താണ്? പട്നി ടോപ്പ് തുരങ്കം. പട്നി ടോപ്പ് തുരങ്കം എന്നാണ് ചനാനി നഷ്രി തുരങ്കത്തിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത്. ചനാനി നഷ്രി തുരങ്കം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ് 2017. നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ചനാനി നഷ്രി തുരങ്കം 2017 ഉദ്ഘാടനം ചെയ്തത്. ചനാനി നഷ്രി തുരങ്കത്തിന്റെ നീളം എത്രയാണ്? 9.2 കിലോമീറ്ററോളമാണ് ചനാനി നഷ്രി തുരങ്കത്തിന്റെ നീളം. ഇനി ചനാനി നഷ്രി തുരങ്കം ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീർ തൊട്ട് ശ്രീനഗർ വരെ. ജമ്മു കാശ്മീർ മുതൽ ശ്രീനഗർ വരെയാണ് ഈ ചനാനി നഷ്രി തുരങ്കം ബന്ധിപ്പിക്കുന്നത്. ചനാനി നഷ്രി തുരങ്കത്തിന്റെ പുതിയ പേര് എന്താണ്? ശ്യാമപ്രസാദ് മുഖർജി ടണൽ. ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നാണ് ചനാനി നഷ്രി തുരങ്കത്തിന്റെ പുതിയ പേര് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ പേരൊക്കെ ഇങ്ങനെ മാറ്റുന്നത്? നമുക്ക് മെനക്കേടുണ്ടാക്കാൻ. പക്ഷെ ഈ പേര് മാറ്റുന്നത് ചോദിക്കൂടെ, പുതിയ പേരെന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പൊ പിന്നെ ഈ പുതിയ പേരുകൾ നമുക്ക് പഠിച്ചിരിക്കാതിരിക്കാൻ പറ്റൂല. അതായത് എന്താണ്, പുതിയ പേരുകൾ മാറ്റി സ്ഥാപിച്ച പുതിയ പേരുകൾ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അത് നമ്മൾ വൈകാതെ പഠിക്കും. അതിൽ കഴിയുന്നതും ഓർത്ത് വെക്കാൻ കഴിയുന്നതൊക്കെ എല്ലാവരും ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഈ പഠിക്കുന്ന കൂട്ടത്തിൽ ഇതിപ്പോ തന്നെ അങ്ങ് പഠിച്ചു പോവുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം ഏതാണ്? ജമ്മു കാശ്മീരിലെ ചനാനി നഷ്രി തുരങ്കമാണ്. ചനാനി നഷ്രി തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദേശീയപാത 44-ലാണ്. ചനാനി നഷ്രി തുരങ്കത്തിന്റെ മറ്റൊരു പേരും ഏതാണ്? പട്നി ടോപ്പ് തുരങ്കം. പിന്നെ ചനാനി നഷ്രി തുരങ്കം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് 2017. പിന്നെ ചനാനി നഷ്രി തുരങ്കത്തിന്റെ നീളം 9.2 കിലോമീറ്ററോളാണ്. ചനാനി നഷ്രി തുരങ്കം ബന്ധിപ്പിക്കുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? ജമ്മു കാശ്മീർ മുതൽ ശ്രീനഗർ വരെ. ചനാനി നഷ്രി തുരങ്കത്തിന്റെ പുതിയ പേരാണ് ശ്യാമപ്രസാദ് മുഖർജി ടണൽ.
അടുത്തത് ജലഗതാഗതം. ജലഗതാഗതമാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണ്? ജലഗതാഗതം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, ജലഗതാഗതത്തിന് വലിയ ചെലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം എന്ന് പറയുന്നത് ജലഗതാഗതമാണ്. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം ഏതാണ്? 1986 ഒക്ടോബർ 27-നാണ് ഇന്ത്യയില് ഉൾനാടുകളിലായിട്ട് ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം 1986 ഒക്ടോബർ 27-ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാണ്? NW1. ഇന്ത്യയിലെ നാഷണൽ വാട്ടർ വൺ എന്നാണ് അതിനർത്ഥം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാണ്? NW1. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം എന്നാണ്? 1968-ലാണ് കേരള. അപ്പൊ ഈ ഡേറ്റ് കണ്ടോ നിങ്ങൾ? മുകളിലത്തെ ഡേറ്റ് നോക്കിക്കേ. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം എന്നാണ്? 1986-ലാണ്. പക്ഷെ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഈ മുകളിലുള്ള 86 തിരിച്ചിട്ടപ്പോ ഇവിടെ എന്തായി? 68ആയി. 1968 കണ്ടോ? അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ മറക്കൂലേ, ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായത് 1986, പക്ഷെ കേരളത്തിലേക്ക് വന്നപ്പോൾ 86 തിരിഞ്ഞ് 68ആയി. അതായത് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം 1968. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാ? നോയിഡ, ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. കൊൽക്കത്തയിലാണ് കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ഗായിഘട്ട്, പാട്ന. പാട്നയിലെ ഗായിഘട്ടിലാണ് നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ജലഗതാഗതം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ്. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായത് 1986 ഒക്ടോബർ 27-ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാണ്? NW1 ആണ്. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം എന്നാണ്? 1968-ലാണ്. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനമോ? കൊൽക്കത്തയിലാണ്. നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ഗായിഘട്ട്, പാട്ന. പാട്നയിലെ ഗായിഘട്ട് ഏരിയ കേട്ടോ. ഇനി അടുത്തത് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ആലപ്പുഴ. അപ്പൊ ആലപ്പുഴയിലാണ് എവിടെ? സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും കൂടുതൽ വെള്ളം എവിടെയാണ്? ആലപ്പുഴ. അപ്പൊ സ്വാഭാവികമായിട്ടും സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ആലപ്പുഴ ആയിരിക്കും കൊണ്ടുവെക്കുക. കേരളത്തിലെ മേജർ തുറമുഖം ഏതാണ്? കൊച്ചി. കൊച്ചിയാണ് കേരളത്തിലെ മേജർ തുറമുഖം. കൊച്ചി കപ്പൽ നിർമ്മാണശാല സ്ഥാപിതമായ വർഷം എന്നാണ്? 1972. 1972-ലാണ് നമ്മുടെ കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാല സ്ഥാപിതമായത് കേട്ടോ. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം ഏതാണ്? പൊന്നാനി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്താണ് ഇത് കടൽ തീരങ്ങളില്ലാത്ത ജില്ലകള് ഏതാണെന്നുള്ളതിൽ എന്താണ് നമ്മള് പെടുന്നില്ല എന്നുള്ളത്. കാരണം നമുക്ക് പൊന്നാനി ഉണ്ട്. പൊന്നാനിയിൽ മലപ്പുറം നമുക്ക് കടലുണ്ട് അവിടെ. അപ്പൊ മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം ഏതാണ്? പൊന്നാനിയാണ്. ഇന്ത്യൻ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരിലെ ഏഴിമലയിലാണ്. ഇന്ത്യൻ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ ഏഴിമലയിലാണ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ. ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റോബർട്ട് ബ്രിസ്റ്റോ. നമ്മള് ഫിലിപ്സ് ആൻഡ് മങ്കീപ്പൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൽ മനസ്സിലാവും ഈ റോബർട്ട് ബ്രിസ്റ്റോയിനെ പറ്റിയിട്ടും അദ്ദേഹം നിർമ്മിച്ച വെല്ലിംഗ്ടൺ ഐലൻഡിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. അതൊരു മനുഷ്യനിർമ്മിത ഐലൻഡ് ആണ് കേട്ടോ. അപ്പൊ കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടാനായി മണ്ണ് നീക്കി നിർമ്മിച്ച മനുഷ്യനിർമ്മിത ദ്വീപാണ് എന്ത്? വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടാനായി മണ്ണ് നീക്കി നിർമ്മിച്ച മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ദ്വീപാണ്.
ദക്ഷിണ നാവിക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. അപ്പൊ ദക്ഷിണ നാവിക അക്കാദമി എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ അതിന്റെ ആസ്ഥാനമേ. ഇനി NW3 അതായത് വെസ്റ്റ് കോസ്റ്റ് കനാൽ NW3യെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1993 1993 NW3യെ അതായത് വെസ്റ്റ് കോസ്റ്റ് കനാലിനെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷമാണ് 1993. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? RK ഷൺമുഖൻ ചെട്ടിയാണ്. RK ഷൺമുഖൻ ചെട്ടി പറഞ്ഞു കൊച്ചി അറബിക്കടലിന്റെ റാണിയാണ് കേട്ടോ. അപ്പൊ കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് നീണ്ടക്കരയിലാണ് കേട്ടോ. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടക്കര. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എവിടെയാണ്? ദേശീയപാത 5-ലാണ്. ഈസ്റ്റ് കോസ്റ്റ് കനാല് ദേശീയപാത 5. വെസ്റ്റ് കോസ്റ്റ് കനാൽ എവിടെയാണ്? ദേശീയപാത 3. അതെ, ഇത് ഓർത്തു വെക്കാന്ന് ഞാനൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ ഈസ്റ്റ് കോസ്റ്റ് കനാല് ദേശീയപാത 5 എന്ന് തന്നെ പറയാം. പക്ഷെ ഈ വെസ്റ്റ് കോസ്റ്റ് കനാല്, വെസ്റ്റ് എന്ന് പറയുമ്പോൾ വെസ്റ്റ് W-ലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ W ഒന്ന് തിരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാല് 3ന്റെ അതായത് ഈ എന്താണ് 3ന്റെ ഒരു ഷേപ്പിൽ വരൂലേ, 3 ചരിച്ചെഴുതുന്ന മാതിരി വരൂലേ. അപ്പൊ വെസ്റ്റ് കോസ്റ്റ് കനാൽ അറിയപ്പെടുന്നത് W കാണുമ്പോൾ ഓർക്കുക 3, ദേശീയ ജലപാത 3-ലാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ അറിയപ്പെടുന്നത് ദേശീയപാത 3. അങ്ങനെയൊക്കെ ഒന്ന് എന്താ ചിലപ്പോ ഒരു ലോജിക്കും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ എന്താ ലോജിക്ക് ഉണ്ടാക്കി പഠിക്കാം. അപ്പൊ മറക്കൂല. അപ്പൊ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ഏതാണ്? ആലപ്പുഴ. ഓർത്തു വെക്കാൻ ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ കേരളത്തിലെ വെള്ളം എവിടെയാണ്? ആലപ്പുഴയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സംസ്ഥാന ജലഗതാഗത വകുപ്പ് കൊണ്ടുപോയിട്ട് അവരുടെ ആസ്ഥാനം വെച്ചിട്ടുള്ളത് എവിടെയായിരിക്കും? ആലപ്പുഴയിലായിരിക്കും. കേരളത്തിലെ മേജർ തുറമുഖം ഏതാണ്? കൊച്ചിയാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാല സ്ഥാപിതമായ വർഷം എന്നാണ്? 1972-ലാണ്. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം ഏതാണ്? പൊന്നാനി. നമുക്ക് മലപ്പുറംകാർക്ക് ആകെ കൂടി ഉള്ള ഏതാണ് ഏക തുറമുഖം ഏതാണ്? പൊന്നാനിയാണ്. ഇന്ത്യൻ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഴിമല, കണ്ണൂരിലെ ഏഴിമലയിലാണ് ഇന്ത്യൻ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ. ഇത് നിങ്ങൾ മറക്കാൻ ചാൻസ് ഇല്ല, കാരണം എന്താ വെച്ചാൽ ഈ ഫിലിപ്സ് ആൻഡ് മങ്കീപ്പൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഓർത്തു വെക്കാൻ കഴിയും. അല്ലെങ്കിൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ടൈമിൽ ഇരുന്ന് കണ്ടോട്ടോ. പഠിച്ച് മടുക്കുന്ന സമയത്ത് ഒരു സിനിമയൊക്കെ നമുക്ക് കാണാം. അപ്പൊ ആ ഫിലിം കണ്ടുമൊക്കെ വളരെ നല്ല പടമാണ്. അപ്പൊ കൊച്ചി തുറമുഖത്തിന്റെ ശില്പിയാണ് റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടാനായി മണ്ണ് നീക്കി നിർമ്മിച്ച മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ദ്വീപാണ്. ദക്ഷിണ നാവിക അക്കാദമിയുടെ ആസ്ഥാനം ഏതാണ്? കൊച്ചിയാണ്. NW3 അതായത് വെസ്റ്റ് കോസ്റ്റ് കനാലിനെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1993-ലാണ്. കൊച്ചി അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? RK ഷൺമുഖൻ ചെട്ടിയാണ്. കേരളം മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നീണ്ടക്കരയിലാണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയപാത 5-ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയപാത 3-ആണ്. ഞാൻ പറഞ്ഞു വെസ്റ്റ് കോസ്റ്റ് കനാൽ ഓർത്തു വെക്കാൻ എന്താണ്? വെസ്റ്റ് W-ന് എന്താ 3ന്റെ ഒരു രൂപമുണ്ട്. അപ്പൊ ദേശീയ ജലപാത 3 വെസ്റ്റ് കോസ്റ്റ് കനാൽ. മനസ്സിലായെന്ന് വിചാരിക്കണു. ഇനി അടുത്തത് ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളാണ് കേട്ടോ നമ്മള്. അതിൽ ഒന്നാമതാണ് ജലപാത NW1. ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? അലഹാബാദ് മുതൽ ഹാൽദിയ വരെ. നദി അല്ലെങ്കിൽ കനാൽ ഏതാണ്? ഗംഗ, ഭഗീരഥി, ഹുഗ്ലി. ആകെ നീളം 1600 കിലോമീറ്ററോളാണ് വരുന്നത്. അപ്പൊ ജലപാത NW1 ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? അലഹാബാദ് തൊട്ട് ഹാൽദിയ വരെ. നദി അല്ലെങ്കിൽ കനാൽ ഏതാണ്? ഗംഗ, ഭഗീരഥി, ഹുഗ്ലി. ആകെ നീളം എത്രയാണ്? 1600 കിലോമീറ്ററോളം. ഇനി ജലപാത NW2 ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? സാദിയ ദുബ്രി. അതെവിടെയാണ്? ആസാമിലാണ്. സാദിയ തൊട്ട് ദുബ്രി വരെ. പിന്നെ നദി അല്ലെങ്കിൽ കനാൽ ഏതാണ്? ബ്രഹ്മപുത്ര. ആകെ നീളം 891 കിലോമീറ്ററോളാണ് വരുന്നത്. ജലപാത NW2 ബന്ധിപ്പിക്കുന്ന സ്ഥലം സാദിയ മുതൽ ദുബ്രി വരെ ആസാമില്. നദി അല്ലെങ്കിൽ കനാൽ ഏതാണ്? ബ്രഹ്മപുത്ര. ആകെ നീളം ഏതാണ്? 891 കിലോമീറ്ററോളമാണ് നീളം വരുന്നത് കേട്ടോ. കഴിഞ്ഞിട്ടില്ല, മൊത്തത്തിൽ 6 ഉണ്ട്. മൂന്നാമത്തെ ജലപാത NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? കൊല്ലം,
തൊട്ട് കോഴിക്കോട് വരെ. നദി അല്ലെങ്കിൽ കനാല് വെസ്റ്റ് കോസ്റ്റ് കനാല്, ചമ്പക്കര ഉദ്യോഗമണ്ഡലം. ആകെ നീളം എത്രയാണ്? 365 കിലോമീറ്ററോളം. അപ്പൊ ജലപാത NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? കൊല്ലം തൊട്ട് കോഴിക്കോട് വരെ. നദി അല്ലെങ്കിൽ കനാല് വെസ്റ്റ് കോസ്റ്റ് കനാലാണ്, ചമ്പക്കര ഉദ്യോഗമണ്ഡലം. ആകെ നീളം 365 കിലോമീറ്ററോളം. ജലപാത 4 NW4 ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. നദി അല്ലെങ്കിൽ കനാൽ ഏതാണ്? ഗോദാവരി, കൃഷ്ണ. പിന്നെ ആകെ നീളം 2890 കിലോമീറ്റർ. നിർദ്ദിഷ്ട നീളമാണ് കേട്ടോ. 2890 കിലോമീറ്റർ എന്ന് പറയുന്നത്. ജലപാത NW4 ബന്ധിപ്പിക്കുന്ന സ്ഥലം കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. നദി അല്ലെങ്കിൽ കനാല് ഗോദാവരി തൊട്ട് കൃഷ്ണ വരെ. ആകെ നീളം എന്ന് പറയുന്നത് 2890 കിലോമീറ്റർ. നിർദ്ദിഷ്ട നീളം എന്ന് പറയുന്നത്. ഇനി ജലപാത NW5 ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? താൽച്ചർ തൊട്ട് ദാബ്ര വരെ. ഒഡീഷ, പശ്ചിമ ബംഗാളിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. ഏത്? ജലപാത NW5 എവിടെ ബന്ധിപ്പിക്കുന്ന സ്ഥലം? താൽച്ചർ മുതൽ ദാബ്ര വരെ, ദാംബ്ര വരെ, ഒഡീഷ, പശ്ചിമ ബംഗാളിലാണ്. നദി അല്ലെങ്കിൽ കനാൽ ഏതാണ്? ബ്രഹ്മണി അല്ലെങ്കിൽ മഹാനദി. ബ്രഹ്മപുത്ര അല്ല കേട്ടോ, ബ്രഹ്മണി അല്ലെങ്കിൽ മഹാനദി. ആകെ നീളം എത്രയാണ്? 623 കിലോമീറ്റർ. ആകെ നീളം 623 കിലോമീറ്ററോളം. പിന്നെ ജലപാത NW6 ബന്ധിപ്പിക്കുന്ന സ്ഥലം ലക്കിപൂർ മുതൽ ബാഗ്ര വരെ, ആസാമില്. നദി അല്ലെങ്കിൽ കനാല് ബറാക്ക്. ആകെ നീളം 71 കിലോമീറ്ററോളമാണ്. ജലപാത NW6 ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? ലക്കിപൂർ അല്ലെങ്കിൽ തൊട്ട് ബാഗ്ര വരെ, ആസാമില്. നദി അല്ലെങ്കിൽ കനാൽ ഏതാണ്? ബറാക്ക്. ആകെ നീളം എത്രയാണ്? 71 കിലോമീറ്ററോളം. അപ്പൊ ജലപാത NW1 ബന്ധിപ്പിക്കുന്ന സ്ഥലം അലഹാബാദ് മുതൽ ഹാൽദിയ വരെ. എന്താണ്? നദി ഏതാണ്? ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. ആകെ നീളം 1600 കിലോമീറ്ററോളം. ജലപാത NW2 ബന്ധിപ്പിക്കുന്ന സ്ഥലം സാദെ തൊട്ട് ധുബ്രി വരെ, ആസാമില്. നദി ഏതാണ്? ബ്രഹ്മപുത്ര. ആകെ നീളം 891 കിലോമീറ്ററോളം. ജലപാത NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലം കൊല്ലം മുതൽ കോഴിക്കോട് വരെ. കനാൽ ഏതാണ്? വെസ്റ്റ് കോസ്റ്റ് കനാൽ, ചമ്പക്കര ഉദ്യോഗമണ്ഡലം. ആകെ നീളം എത്രയാണ്? 365 കിലോമീറ്റർ. ജലപാത NW4 ബന്ധിപ്പിക്കുന്നത് കാക്കിനാട, പുതുച്ചേരി. നദി ഏതാണ്? ഗോദാവരി, കൃഷ്ണയും. പിന്നെ ആകെ നീളം 2890 കിലോമീറ്ററോൾ. നിർദ്ദിഷ്ട നീളമാണ് 2890 കിലോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ജലപാത NW5 അത് ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? താൽച്ചർ അല്ലെങ്കിൽ തൊട്ട് ദാബ്ര വരെ, ഒഡീഷ, പശ്ചിമ ബംഗാളിലാണ്. നദി അല്ലെങ്കിൽ കനാൽ ഏതാണ്? ബ്രഹ്മണി മഹാനദി. ആകെ നീളം 623 കിലോമീറ്റർ. പിന്നെ ജലപാത NW6 അതോ ബന്ധിപ്പിക്കുന്ന സ്ഥലം ലക്കിപൂർ, ബാഗ്ര, ആസാമിലാണ്. നദി അല്ലെങ്കിൽ കനാൽ ബറാക്ക്. ആകെ നീളം 71 കിലോമീറ്ററോളം കേട്ടോ. ഇനി കേരളത്തിലെ ദേശീയ ജലപാതകളാണ്. നമ്മൾ നേരത്തെ ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളാണ് കേട്ടോ പഠിച്ചത്. ഇനിയിപ്പോ കേരളത്തിലെ ദേശീയ ജലപാതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് NW3 കൊല്ലം തൊട്ട് കോഴിക്കോട് വരെ 365 കിലോമീറ്ററോളമാണ് വരുന്നത്. NW3 കൊല്ലം ടു കോഴിക്കോട് 365 കിലോമീറ്ററോളം. NW8 ആലപ്പുഴ തൊട്ട് ചങ്ങനാശ്ശേരി വരെ 28 കിലോമീറ്റർ. NW8 ആലപ്പുഴ തൊട്ട് ചങ്ങനാശ്ശേരി വരെ 28 കിലോമീറ്ററോളം. NW9 ആലപ്പുഴ മുതൽ കോട്ടയം വരെ 38 കിലോമീറ്ററോളം. പിന്നെ NW59 കോട്ടയം മുതൽ വൈക്കം വരെ 28 കിലോമീറ്റർ. അപ്പൊ NW3 കൊല്ലം ടു കോഴിക്കോട് 365 കിലോമീറ്റർ. NW8 ആലപ്പുഴ ടു ചങ്ങനാശ്ശേരി 28 കിലോമീറ്റർ. NW9 ആലപ്പുഴ ടു കൊല്ലം 38 കിലോമീറ്റർ. NW59 59 എത്രയാണ്? കോട്ടയം ടു വൈക്കം 28 കിലോമീറ്ററോളം കേട്ടോ. ഇനി ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം എന്നാണ്? 2016 മാർച്ച് 25-നാണ്. നിലവിൽ വന്നതാണെങ്കിലോ 2016 തന്നെ, പക്ഷെ ഏപ്രിൽ 12-ാം തീയതിയാണ് നിലവിൽ വന്നത്. അപ്പം ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷമാണ് 2016 മാർച്ച് 25-ന്. പക്ഷെ ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ്
അതാണ് നിലവിൽ വന്നത്. 2016 ഏപ്രിൽ 12-ാം തീയതിയാണ് നിലവിൽ വരെ ഉണ്ടായത്. ഈ നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലെ ആകെ ദേശീയ പാതകളുടെ എണ്ണം എത്രയാണ്? 111. സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണല്ലോ അല്ലെ. ഈ നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലെ ആകെ ദേശീയ പാതകളുടെ എണ്ണമാണ് 111. 111 അങ്ങനെ വേണമെങ്കിൽ പഠിച്ചത്. ലളിതം 111. ഇത് പ്രകാരം കേരളത്തിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ്? 4. കേരളത്തിലൂടെ 4 ദേശീയ ജലപാതകളുണ്ട്. അപ്പൊ കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാത ഏതാണ്? NW13 ആണ്. NW13, അതായത് AVM കനാല് 11 കിലോമീറ്റർ പൂവാറ് മുതൽ ഇരയമ്മൻ തുറ തമിഴ്നാട്, പൂവാറ് തൊട്ട് ഇരയമ്മൻ തുറ വരെ, അതായത് തമിഴ്നാട്ടിൽ. അപ്പൊ കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയപാതയാണ് NW13. AVM കനാലിലാണ്. 11 കിലോമീറ്റർ ആണ് മൊത്തത്തിൽ അതിന്റെ നീളം എന്ന് പറഞ്ഞാല്. അത് എവിടെ നിന്നാണ്? പൂവാറ് മുതൽ, അതായത് കേരളത്തിലെ പൂവാറിൽ നിന്ന് തുടങ്ങിയിട്ട് ഇരയമ്മൻ തുറ വരെ, തമിഴ്നാട്ടിലെ ഇരയമ്മൻ തുറ വരെയാണ് ഈ സംഭവം പോകുന്നത് കേട്ടോ. അപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം അത് ഏതാണ്? അമേരിക്ക. അതിന് മുന്നേ നമുക്ക് ഇപ്പൊ പഠിച്ച കാര്യം ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം എന്നാണ്? 2016 മാർച്ച് 25-നാണ്. പക്ഷെ നിലവിൽ വരുന്നത് ഒരു മാസങ്ങൾക്കൊക്കെ ശേഷമാണ്. ഒരു മാസം എടുത്തിട്ടില്ലല്ലോ അല്ലെ. അതിന് മുന്നേ ഏകദേശം എന്താണ് വന്നിട്ടുണ്ട്? 2016 ഏപ്രിൽ 12-ാം തീയതി. ഈ നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിൽ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ്? 111. ഇത് പ്രകാരം കേരളത്തിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ്? 4 കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാത ഏതാണ്? NW13. AVM കനാല് നീളം എത്രയാണ്? 11 കിലോമീറ്ററോളമാണ്. എന്താണ് പിന്നെ പൂവാറ് മുതൽ ഇരയമ്മൻ തുറ വരെയാണ്, അത് തമിഴ്നാട്ടിലെ ഇരയമ്മൻ തുറ വരെയാണ് ഈ ഒരു സംഭവം നീണ്ടു കിടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം ഇനി അടുത്തതാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം അത് ഏതാണ്? അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ റോഡ് ഏതാണ്? പാൻ അമേരിക്കൻ ഹൈവേ ആണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ റോഡ് ഏതാണ്? പാൻ അമേരിക്കൻ ഹൈവേ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം അതും അമേരിക്കയിലെ ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ ഇന്റർനാഷണൽ എയർപോർട്ട്. അതായത് വിമാനത്താവളത്തിന്റെ നീളം പോലെ തന്നെ വിമാനത്താവളത്തിന്റെ പേര് നീളം കൂടിയതാണ്. ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ ഇന്റർനാഷണൽ എയർപോർട്ട്, അമേരിക്ക. ഈ ഒരു എയർപോർട്ടാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? അത് നമുക്കാണ് കേട്ടോ, ഇന്ത്യക്കാർക്കാണ്. ഉത്തർപ്രദേശിലാണ്. ഗരാഖ്പൂരിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷൻ അത് ഏതാണ്? ലിവർപൂൾ റോഡ് റെയിൽവേ സ്റ്റേഷൻ. ലിവർപൂൾ റോഡ് റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? മാഞ്ചസ്റ്റർ. ഫുട്ബോൾ കാണുന്നവർക്കൊക്കെ ഈ ഒരു പേര് എന്തായാലും ഓർത്തു വെക്കാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ലിവർപൂൾ റോഡ് റെയിൽവേ സ്റ്റേഷൻ, മാഞ്ചസ്റ്ററിൽ. ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? ക്രോയിഡോൺ, ലണ്ടൻ. ലണ്ടനിലെ ക്രോയിഡോണിലാണ് ലോകത്തിലെ ലോകത്തിലെ തന്നെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഉള്ളത് കേട്ടോ. ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യം അതെവിടെയാണ്? അത് അമേരിക്ക കൊണ്ടുപോയി. പിന്നെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യ. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളം എവിടെയാണ്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയില്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള വിമാനത്താവളം ഏതാണ്? അത് ചൈനയിലാണ് കേട്ടോ. പേര് അങ്ങനെ തന്നെ ആയിരിക്കും വായിക്കാൻ. നമുക്ക് ചൈനക്കാരി നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് പോലെ ആയിരിക്കുമല്ലോ അവരുടെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ക്വാങ്തോ ബാന്ത, അവിടെയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള വിമാനത്താവളം എന്ന് പറയുന്നത്. ക്വാങ്തോ ബാങ്ക കേട്ടോ. ബാന്ത, ക്വാങ്തോ നല്ല രസമുണ്ടല്ലേ പറയാൻ. ക്വാങ്തോ ബാന്ത, ചൈനയില്. ഇതിലെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം വിസ്തൃതിയിൽ കേട്ടോ. വിസ്തൃതിയിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഏതാണ്? അത്
ഇവിടെയാണ്. കിങ് ഫഹദ് അന്തർദേശീയ വിമാനത്താവളം എന്താണ്? ദമാം, സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ ദമാം എന്ന് പറയുന്ന എന്താണ് സ്ഥലത്താണ് എന്ത് ലോകത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള വിമാനത്താവളം എന്ന് പറയുന്നത് കിങ് ഫഹദ് അന്തർദേശീയ വിമാനത്താവളം. ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് എവിടെയാണ്? അന്റോനോവ് അൻ 225. ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് അന്റോനോവ് അൻ 225. ഏറ്റവും വലിയ പാസഞ്ചർ പ്ലെയിൻ ഏതാണ്? എയർബസ് A380. ഏറ്റവും വലിയ പാസഞ്ചർ പ്ലെയിൻ ഏതാ? എയർബസ് A380. ലോകത്തിലെ ആദ്യ റെയിൽവേ ആശുപത്രി നിലവിൽ വന്ന രാജ്യം വേറെ എവിടെയല്ല, നമുക്ക് സ്വന്തമാണത്, ഇന്ത്യയിലും. ലോകത്തിലെ ആദ്യ റെയിൽവേ ആശുപത്രി കേട്ടോ, അത് നിലവിൽ വന്ന രാജ്യം ലോകത്തിൽ തന്നെ ഇന്ത്യയിലാണ്. ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനിന്റെ നിർമ്മാതാക്കൾ ആരാണ്? ജപ്പാൻകാരാണ് ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനിന്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്നുകൂടി നോക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നീളമേറിയ റോഡ് ഏതാണ്? പാൻ അമേരിക്കൻ ഹൈവേ ആണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? അതാണ് തിരക്കേറിയ വിമാനത്താവളം ഹാസ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? ഗോരഖ്പൂർ, ഉത്തർപ്രദേശില്. ലോകത്തിലെ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷൻ അതാണ് ലിവർപൂൾ റോഡ് റെയിൽവേ സ്റ്റേഷൻ, മാഞ്ചസ്റ്ററിലെ. ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം കോയിഡ്രോൺ, ലണ്ടനിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യം അമേരിക്കയാണ്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള വിമാനത്താവളം ഏതാണ്? കോയമ്പത്തൂർ, ബാദാം, ചൈനയില്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം, അതായത് വിസ്തൃതിയിലാണെങ്കിൽ കിങ് ഫഹദ് അന്തർദേശീയ വിമാനത്താവളം സൗദി അറേബ്യയിലെ ദമാമില്. ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് അതേതാണ്? അന്റോനോവ് ആൻ 225. ഏറ്റവും വലിയ പാസഞ്ചർ പ്ലെയിൻ ഏതാണ്? എയർബസ് A380. ലോകത്തിലെ ആദ്യ റെയിൽവേ ആശുപത്രി നിലവിൽ വന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനിന്റെ നിർമ്മാതാക്കൾ ആരാണ്? ജപ്പാൻകാരാണ് കേട്ടോ. അടുത്തത്, ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ, ന്യൂയോർക്കിലെ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ, പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ അത് ഏതാണ്? ട്രാൻസ് സൈബീരിയൻ റെയിൽവേ, റഷ്യയിലെ ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത്. സോറി കേട്ടോ, റെയിൽവേ ലൈൻ ആണ്, സ്റ്റേഷൻ അല്ല. ഞാൻ സ്റ്റേഷൻ എന്നായിരുന്നു തോന്നുന്നു നേരത്തെ പറഞ്ഞത്, സോറി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ലൈൻ ഏതാണ്? ട്രാൻസ് സൈബീരിയൻ റെയിൽവേ, റഷ്യ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കമാന പാലം അത് ഏതാണ്? ചവേട്ടിയാൻ മൈൻ, ചവേട്ടിയാൻ മെൻ പാലം, ചൈനയില് എന്തെങ്കിലും അർത്ഥവത്തായിട്ടുള്ള ഒരു പേരൊക്കെ ആയിരിക്കും അത്, പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നും. അപ്പോ പ്രൊനൗൺസിയേഷനിലൊന്നും കാര്യമില്ല. നിങ്ങൾ എന്താണ് ഈ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ഈ ചൈനക്കാരും ജപ്പാൻ പേരും ഒക്കെ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെയാണോ എന്നുള്ളതൊന്നും ഉറപ്പില്ല. കാരണം അവരുടെ പ്രൊനൗൺസിയേഷൻ നമ്മുടെ പ്രൊനൗൺസിയേഷൻ ടോട്ടലി ഡിഫറെന്റ് ആണല്ലോ. അപ്പോൾ അറിയുന്നത് പോലെ നമ്മൾ ഇവരുടെ ഇങ്ങനത്തെ പേരുകളൊക്കെ നമ്മുടേതായിട്ടുള്ള രീതികളിൽ പഠിക്കാൻ, കാരണം നമ്മളാണല്ലോ മാർക്ക് നേടുന്നത്, നമ്മൾ അറിഞ്ഞിരുന്നാൽ പോരെ. അപ്പൊ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കമാന പാലം ഏതാണ്? ചവേട്ടിയാൻ മെൻ പാലം, ചൈന. ഇനി ലോകത്തിലെ ആദ്യ മെട്രോ ട്രെയിൻ നിലവിൽ വന്നത് എവിടെയാണ്? ലണ്ടനിലാണ് ആദ്യമായിട്ട് മെട്രോ ട്രെയിൻ വന്നത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം അതേതാണ്? അമേരിക്ക. അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം. ഒന്നുകൂടി അപ്പൊ ഡിസ്കസ് ചെയ്യല്ലേ പറഞ്ഞത്? ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ അതായത് പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ അത് എവിടെയാണ്? ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ, ന്യൂയോർക്കില്.
ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ലൈൻ ഏതാണ്? ട്രാൻസ് സൈബീരിയൻ റെയിൽവേ, റഷ്യയില്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കമാന പാലം അത് എവിടെയാണ്? ചവേട്ടിയാൻ മെൻ പാലം, ചൈനയില്. ലോകത്തിലെ ആദ്യ മെട്രോ ട്രെയിൻ നിലവിൽ വന്നത് എവിടെയാണ്? ലണ്ടനിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം അത് എവിടെയാണ്? അമേരിക്കയിലാണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളാണ് കേട്ടോ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സൂം ചെയ്യട്ടെ. ഓക്കെ. ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എത്രയാണ്? ഞാൻ പറഞ്ഞു ഫോൺ നമ്പർ സീക്വൻസ് പഠിക്കുന്നത് പോലെ പഠിച്ച സുഖമായിരിക്കും. 7516.6 കിലോമീറ്റർ. എത്രയാണ് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം? 7516.6 കിലോമീറ്ററോളമാണ് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം എത്രയാണ്? 13 മേജർ തുറമുഖങ്ങളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. ഇന്ത്യയിൽ 13ാമതായി വന്ന മേജർ തുറമുഖം ഏതാണ്? പോർട്ട് ബ്ലെയർ തുറമുഖമാണ് 2010. ഇന്ത്യയിൽ 13ാമതായിട്ട് വന്ന മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ 2010. ഇടയ്ക്ക് നാക്ക് കുടുങ്ങുന്നതാണെന്ന് പറയില്ലേ, അതാണ്. ഇനി മേജർ തുറമുഖങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്നത് ആരാണ്? കേന്ദ്ര തുറമുഖ വകുപ്പ് ആണ് കേട്ടോ. അപ്പൊ കേന്ദ്ര തുറമുഖ വകുപ്പാണ് മേജർ തുറമുഖങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്നത്. മൈനർ തുറമുഖങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്നത് ആരാണ്? അതാത് സംസ്ഥാനങ്ങളാണ്. ചെറിയ ചെറിയ തുറമുഖങ്ങളുടെ ഭരണം അതാത് സംസ്ഥാനങ്ങൾ തന്നെയാണ് നടത്തിപ്പോരുന്നത്. ഇന്ത്യയിലെ സമുദ്രനിരപ്പിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 9 എണ്ണമാണ് ഇന്ത്യയിലെ സമുദ്രനിരപ്പിലുള്ള സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അങ്ങനെ 9 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ സമുദ്രനിരമുള്ള അല്ലേ, ഒരു മിനിറ്റ്, സമുദ്ര തീരമുള്ള സംസ്ഥാനങ്ങൾ കേട്ടോ. സമുദ്ര തീരമുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ എത്രയാണ്? 9 എണ്ണത്തോളമാണ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം അതേതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം അത് എവിടെയാണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് മേജർ തുറമുഖങ്ങൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ്? പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് കേട്ടോ. പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എന്നാണ്? 1980. പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എന്നാണ്? 1980. അപ്പൊ ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം. അപ്പൊ എന്താണ് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇപ്പൊ പറഞ്ഞത്. അതിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിലെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 7516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങൾ എത്ര എണ്ണമാണ്? 13 എണ്ണത്തോളമാണ്. ഇന്ത്യയിൽ 13ാമതായി വന്ന മേജർ തുറമുഖം ഏതാണ്? പോർട്ട് ബ്ലെയർ 2010. മേജർ തുറമുഖങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്നത് ആരാണ്? കേന്ദ്ര തുറമുഖ വകുപ്പാണ്. മൈനർ തുറമുഖങ്ങളുടെ ആണെങ്കിൽ അതാത് സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിൽ സമുദ്ര തീരമുള്ള സംസ്ഥാനങ്ങൾ എത്രയാണ്? 9 എണ്ണമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ളത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ്? പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എന്നാണ്? 1980. അപ്പൊ നമ്മൾ അങ്ങനെ ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ പറ്റിയിട്ട് പഠിച്ചു. ഇനി അടുത്തയിലേക്ക് പോവാം. അടുത്തത് പശ്ചിമ തീര തുറമുഖങ്ങളാണ് കേട്ടോ. പശ്ചിമ തീര തുറമുഖങ്ങളിൽ കൊച്ചിയില് കേരളം. കൊച്ചി തുറമുഖം എവിടെയാണ്? കേരളത്തിലാണ്. ന്യൂ മാംഗ്ലൂർ എവിടെയാ? കർണാടകയില്. മർമഗോവ എവിടെയാണ്? ഗോവ. ജവഹർലാൽ നെഹ്റു മുംബൈ, ഈ 2 തുറമുഖങ്ങളും മഹാരാഷ്ട്രയിലാണ്. പിന്നെ ദീൻദയാൽ, അതിൽ കാട്ടിലെ ദീൻദയാൽ എവിടെയാണ്? ഗുജറാത്തിലും. അപ്പൊ പശ്ചിമ തീര തുറമുഖങ്ങളിൽ കൊച്ചി തുറമുഖം കേരളം, ന്യൂ മാംഗ്ലൂർ കർണാടക, മർമഗോവ ഗോവ, ജവഹർലാൽ നെഹ്റു
മുംബൈയും എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ദീൻദയാൽ കാട്ട്ല ഗുജറാത്തിലുമാണ് കേട്ടോ. ഇനി പൂർവ്വ തീര തുറമുഖങ്ങള് ചെന്നൈ കാമരാജർ പോർട്ട്, വിഒ ചിദംബരനാഥ് തുറമുഖം. ഇത് മൂന്നും എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, പാരാദ്വീപ് ഒഡീഷ, കൊൽക്കത്ത ഹൽദിയ പശ്ചിമ ബംഗാള്, പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. പൂർവ്വ തീര തുറമുഖങ്ങൾ ചെന്നൈയും കാമരാജ് പോർട്ട്, വിഒ ചിദംബരനാഥ് തുറമുഖവും എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശില്, പാരാദ്വീപ് ഒഡീഷയില്, കൊൽക്കത്ത ഹാൽദിയ പശ്ചിമ ബംഗാളില്, പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബാർ ദ്വീപില്. അതിൽ ഈ ദീൻദയാൽ തുറമുഖം കാട്ട്ല അത് വിശദീകരിച്ച് പഠിക്കാനുണ്ട്. നോക്കാം എന്താണ്. ദീൻദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ്. ദീൻദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കച്ചിലാണ്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ഏതാണ്? ദീൻദയാൽ തുറമുഖമാണ്. അപ്പൊ ഇന്ത്യയിൽ ആകെ കൂടി വേലിയേറ്റം ചെയ്യുന്ന തുറമുഖം എന്ന് പറയുന്നത് ദീൻദയാൽ തുറമുഖമാണ്. ദീൻദയാൽ തുറമുഖം നിർമ്മിച്ചത് 1950കളിലാണ്. ദീൻദയാൽ തുറമുഖം നിർമ്മിച്ചത് എന്നാണ്? 1950ലാണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖല അത് ഏതാണ്? ദീൻദയാലാണ്. 1965 ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖല ദീൻദയാൽ തുറമുഖമാണ് 1965. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ട്, സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം, ഇതൊക്കെ ഏതാണ്? ദീൻദയാലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ടും സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നിർമ്മിച്ച ആദ്യ തുറമുഖം ഏതാണ്? ദീൻദയാൽ തുറമുഖമാണ്. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖവും ഏതാണ്? ദീൻദയാൽ തുറമുഖമാണ്. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി, അതായത് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് അതിന് സാക്ഷ്യം വഹിച്ചൊരു തുറമുഖം കൂടിയാണ് ആര്? ദീൻദയാൽ തുറമുഖം എന്ന് പറയുന്നത്. ദീൻദയാൽ തുറമുഖത്തിന്റെ പഴയ പേരാണ് കാട്ട്ല തുറമുഖം. അതാണ് ഈ ബ്രാക്കറ്റിൽ കാട്ട്ല എന്ന് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം അതിന്റെ പേര് കാട്ട്ല തുറമുഖം എന്നായിരുന്നു. അപ്പം എന്താണ്? ദീൻദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് ദീൻദയാൽ. ദീൻദയാൽ തുറമുഖം നിർമ്മിച്ചത് 1950കളിലാണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖല ഏതായിരുന്നു? ദീൻദയാൽ തുറമുഖമായിരുന്നു 1965. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ടും സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖവും ഏതാണ്? ദീൻദയാലാണ്. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ദീൻദയാൽ തുറമുഖമാണ്. ദീൻദയാൽ തുറമുഖത്തിന്റെ പഴയ പേര് ഏതാണ്? കാട്ട്ല തുറമുഖം. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് കുറച്ച് ഫാക്ട്സ് നോക്കാനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രം ഏതാണ്? അലാങ് ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് ലോകത്തിലെ തന്നെ കേട്ടോ അലാങ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നതും ഏതാണ്? അലാങ് ആണ്. അതായത് കപ്പൽ പൊളിക്കൽ കേന്ദ്രമായതുകൊണ്ട് തന്നെ കപ്പലുകളുടെ ശവപ്പറമ്പും എന്നും അലാങ് അറിയപ്പെടുന്നു. അലാങ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് അലാങ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അലാങ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, അലാങ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുള്ളതാണ്. എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രം എവിടെയാണ്? അത് അലാങ്ങിലാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അതും അലാങ് ആണ്. അലാങ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്തിലാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖം. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നവശേവ തുറമുഖം. നവശേവ തുറമുഖം എന്ന് മറ്റൊരു പേരും കൂടെ ജവഹർലാൽ നെഹ്റു തുറമുഖത്തിനുണ്ട്. ഇനി ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന്റെ ചില വിശേഷണങ്ങളാണ്. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം, ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖം, ഇന്ത്യയിൽ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം,
ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം ഇതൊക്കെ ഏതാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിച്ച കണ്ടെയ്നർ പോർട്ട് അത് എവിടെയാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖത്തിലാണ്. അപ്പൊ എന്തൊക്കെ വിശേഷണങ്ങളാണ് ജവഹർലാൽ നെഹ്റു തുറമുഖത്തിനുള്ളത്? ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന്റെ മറ്റൊരു പേരാണ് നവശേവ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖവും ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നതും ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖവും ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖവും ഒക്കെ ഏതാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിച്ച കണ്ടെയ്നർ പോർട്ട് ഏതാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. അടുത്തത് മുംബൈ തുറമുഖം. മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു മുംബൈ തുറമുഖവും മഹാരാഷ്ട്രയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം അത് ഏതാണ്? മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖവും മുംബൈ ആണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം അതേതാണ്? മുംബൈ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പരുത്തി ആയിരിക്കും അവിടെ നിന്ന് കയറ്റി അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏകദേശം 1/5 ഭാഗത്തോളം വിദേശ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്ന തുറമുഖവും മുംബൈ ആണ്. അപ്പൊ ഇന്ത്യയിൽ ഏകദേശം 1/5 ഭാഗത്തോളം വിദേശ ചരക്കുകൾ എവിടെയാണ് ഇറക്കുന്നത്? മുംബൈ തുറമുഖത്തിലാണ് ഇറക്കുന്നത്. മുംബൈ തുറമുഖം അറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ് മുംബൈ തുറമുഖത്തിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖവുമാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖമാണ്. പിന്നെ ഇന്ത്യയിലെ ഏകദേശം 1/5 ഭാഗത്തോളം വിദേശ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്ന തുറമുഖവും മുംബൈ ആണ്. മുംബൈ തുറമുഖം അറിയപ്പെടുന്നത് എന്താണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ്. അടുത്തത് മർമഗോവ തുറമുഖം. മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതിന്റെ പേര് തന്നെ ഉണ്ട്, ഗോവയിൽ തന്നെയാണ്. സുവാരി നദിയിലാണ് കേട്ടോ. അപ്പൊ സുവാരി നദിയിലെ ആണ് മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്, ഗോവയില്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ഏതാണ്? മർമഗോവയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിർ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മർമഗോവ. അപ്പൊ മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലെ സുവാരി നദിയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിർ കയറ്റുമതി ചെയ്യുന്നത് മർമഗോവയിലാണ്. വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് OV ചിദംബരണ്ണാർ തുറമുഖം. OV ചിദംബരണ്ണാർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. പേര് തന്നെ ഒരു തമിഴ് ചൊവ്വയുണ്ടല്ലോ. അപ്പൊ OV ചിദംബരണ്ണാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ആദ്യകാല നാമം ട്യൂറ്റിക്കോറിൻ. തൂത്തുക്കുടി ബ്രാക്കറ്റിൽ തൂത്തുക്കുടി തുറമുഖം. ആദ്യം വിളിച്ചിരുന്നത് ട്യൂറ്റിക്കോറിൻ എന്നാണ്. ആദ്യകാല നാമം എന്ന് പറയുന്നത് തൂത്തുക്കുടി തുറമുഖം എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1974 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഡേറ്റ് തിരിച്ചിട്ടാൽ മതി. 74 അപ്പൊ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 1974. ഇതൊരു മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണ്. അതായത് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട ഒരു തുറമുഖമാണ്. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? OV ചിദംബരണ്ണാർ തുറമുഖമാണ്. ഇന്ത്യയുടെ മുത്ത് എന്ന് അറിയപ്പെടുന്ന തുറമുഖം OV ചിദംബരണ്ണാർ തുറമുഖമാണ്. ഇനി തൂത്തുക്കുടി പോർട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഏതാണ്? ഉപ്പ്. ഈ പറയുന്ന OV ചിദംബരണ്ണാർ തുറമുഖത്തിന്റെ മറ്റൊരു പേരാണ് തൂത്തുക്കുടി പോർട്ട്. ഇപ്പൊ തൂത്തുക്കുടി പോർട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഉപ്പാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേന വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കപ്പലോട്ടിയ തമിഴൻ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു എക്സാമിന് വന്ന് കിടപ്പുണ്ടാവും. അതാരാണ്? OV ചിദംബര പിള്ളയാണ്. അപ്പൊ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? OV ചിദംബര പിള്ള. പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖം ആയിരുന്നത് ഏതാണ്? തൂത്തുക്കുടി തുറമുഖമാണ്. അതായത് ഈ പറയുന്ന OV ചിദംബരണ്ണാർ തുറമുഖമാണ് പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖമായിരുന്നത്. അപ്പൊ OV ചിദംബരണ്ണാർ തുറമുഖത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? OV ചിദംബരണ്ണാർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്ടിലാണ്. അതിന്റെ ആദ്യകാല നാമമാണ് ട്യൂറ്റിക്കോറിൻ, അതായത് തൂത്തുക്കുടി തുറമുഖം. മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 1974. ഡേറ്റ് ഓർത്ത് വെക്കാൻ ഒരു ടിപ്പ് പറഞ്ഞെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റ് തിരിച്ചിടാം. ഇതൊരു മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണ്. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം OV ചിദംബരണ്ണാർ തുറമുഖമാണ്. തൂത്തുക്കുടി പോർട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എന്താണ്? ഉപ്പാണ്.
കപ്പലോട്ടി തമിഴൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? OV ചിദംബര പിള്ളയാണ്. പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? തൂത്തുക്കുടി തുറമുഖമാണ്. അടുത്ത നമുക്ക് ന്യൂ മാംഗ്ലൂർ തുറമുഖം എന്താന്ന് പഠിക്കാം. ആദ്യകാല നാമമാണ്. അതായത് ന്യൂ മാംഗ്ലൂർ തുറമുഖത്തിന്റെ ആദ്യകാല നാമം എന്താണ്? പനമ്പൂർ തുറമുഖം. പനമ്പൂർ തുറമുഖം എന്നാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖത്തിന്റെ ആദ്യകാല നാമം. മംഗലാപുരം തുറമുഖം എന്നും അറിയപ്പെടുന്നു. അപ്പൊ ന്യൂ മാംഗ്ലൂർ തുറമുഖത്തിന്റെ മറ്റൊരു പേരെന്താണ്? മംഗലാപുരം തുറമുഖം. ന്യൂ മാംഗ്ലൂർ തുറമുഖം അറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് കർണാടക എന്നാണ്. അപ്പൊ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഏതാണ്? മുംബൈ തുറമുഖം. അപ്പൊ ഗേറ്റ് വേ ഓഫ് കർണാടക എന്ന് പറയുന്നത് ഏതാണ്? ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. ഇനി ന്യൂ മാംഗ്ലൂർ തുറമുഖത്തിന്റെ ചില വിശേഷണങ്ങളാണ്. കർണാടക സംസ്ഥാനത്തിലെ ഒരേ ഒരു മേജർ തുറമുഖമാണ്. പ്രധാനമായും കുന്ദ്രേമുഖ് ഇരുമ്പയർ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച തുറമുഖമാണ്. അപ്പൊ പ്രധാനമായും കുന്ദ്രേമുഖ് ഇരുമ്പയർ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം എന്ന് പറയുന്നത്. അപ്പൊ ന്യൂ മാംഗ്ലൂർ തുറമുഖത്തിന്റെ ആദ്യകാല നാമമാണ് പനമ്പൂർ തുറമുഖം. മംഗലാപുരം തുറമുഖം എന്നും ഇത് അറിയപ്പെടുന്നു. ന്യൂ മാംഗ്ലൂർ തുറമുഖം അറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് കർണാടക എന്നാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്തായിരുന്നു? മുംബൈ തുറമുഖമായിരുന്നു. കർണാടക സംസ്ഥാനത്തിലെ ഒരേ ഒരു മേജർ തുറമുഖവും പ്രധാനമായും കുന്ദ്രേമുഖ് ഇരുമ്പയർ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച തുറമുഖവും ഏതാണ്? ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. അടുത്തത് ചെന്നൈ തുറമുഖം. ചെന്നൈ തുറമുഖം എന്താണ്? ഇന്ത്യയിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള തുറമുഖമാണ് ഏത്? ചെന്നൈ തുറമുഖം. 1ാം സ്ഥാനത്ത് ആരായിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? മുംബൈ തുറമുഖമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് ഏറ്റവും വലുത്? ചെന്നൈ തുറമുഖമാണ്. അപ്പൊ ഇന്ത്യയിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള തുറമുഖമാണ് ചെന്നൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖമാണ് ഏത്? ചെന്നൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും തന്നെ പഴയ കൃത്രിമ തുറമുഖവും ഇന്ത്യയിൽ 2ാം സ്ഥാനത്തുള്ള തുറമുഖവും ഏതാണ്? വലുപ്പത്തില് ചെന്നൈ തുറമുഖമാണ്. 1ാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേ ഒരു ഇന്ത്യൻ തുറമുഖമാണ് ആര്? ചെന്നൈ തുറമുഖം. അപ്പൊ ചെന്നൈ തുറമുഖത്തിന് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് 1ാം ലോക മഹായുദ്ധത്തിൽ ചെന്നൈ തുറമുഖത്തിന് ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഗേറ്റ് വേ ഓഫ് സൗത്ത് എന്നറിയപ്പെടുന്നത് തുറമുഖം ഏതാണ്? ചെന്നൈ തുറമുഖമാണ്. അപ്പം ചെന്നൈ തുറമുഖമാണ് ഗേറ്റ് വേ ഓഫ് സൗത്ത്. അപ്പൊ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈ തുറമുഖം. ഗേറ്റ് വേ ഓഫ് കർണാടക ഏതാണ്? ന്യൂ മാംഗ്ലൂർ തുറമുഖം. പിന്നെ എന്താണ് ഗേറ്റ് വേ ഓഫ് ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചെന്നൈ തുറമുഖം. ഓക്കെ അല്ലേ? ഇനി സാഗർമാല. സാഗർമാല രാജ്യത്തെ തുറമുഖങ്ങളുടെ വികസനത്തിനായി ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് സാഗർമാല എന്ന് പറയുന്നത്. എന്താണ് സാഗർമാല? രാജ്യത്തെ തുറമുഖങ്ങളുടെ വികസനത്തിന് ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് സാഗർമാല. അതായത് തുറമുഖങ്ങൾ വികസിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് സാഗർമാല. മനസ്സിലായെന്ന് കരുതുന്നു. ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെങ്കിൽ സോറി ട്ടോ. അടുത്തത് വിശാഖപട്ടണം തുറമുഖം. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ തിളക്കമുള്ള രത്നമെന്നും കിഴക്കിന്റെ തീരത്തിന്റെ രത്നമെന്നും അറിയപ്പെടുന്നത് ഏതാണ്? വിശാഖപട്ടണം തുറമുഖമാണ്. ഇനി ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖം എന്ന് കരബന്ധിത തുറമുഖവും ബംഗാൾ ഉൾക്കടലിലെ ഒരേ ഒരു പ്രകൃതിദത്ത തുറമുഖവും ഏതാണ്? വിശാഖപട്ടണം തുറമുഖമാണ്. അതായത് വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ തിളക്കമുള്ള രത്നമെന്നും കിഴക്കൻ തീരത്തിന്റെ രത്നമെന്നും അറിയപ്പെടുന്നത് ഏതാണ്? വിശാഖപട്ടണം തുറമുഖം എന്നാണ്. ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖമെന്നും ബംഗാൾ ഉൾക്കടലിലെ ഒരേ ഒരു പ്രകൃതിദത്ത തുറമുഖമെന്നും അറിയപ്പെടുന്നത് ഏതാണ്? വിശാഖപട്ടണം തുറമുഖമാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനവും നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റീസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? വിശാഖപട്ടണത്തിലാണ്. അപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനവും നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റീസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? വിശാഖപട്ടണത്തിലാണ്. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഡോൾഫിൻ നോസ് ഹില്ലിനും റോസ് ഹില്ലിനും ഇടയ്ക്കാണ്. എവിടെയാണ് വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? 2 ഹിൽസിന്റെ ഇടയ്ക്കാണ്, 2 മലനിരകൾക്കിടയിലാണ്. എവിടെയാണ്? ഡോൾഫിൻ നോസ് ഹില്ലിനും റോസ് ഹിൽസിനും ഇടയിലാണ് വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്.
ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ആണവ അന്തർവാഹിനിയായ അരിഹന്ത് നിർമ്മിച്ചത് വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിലാണ്. എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ആണവ അന്തർവാഹിനി കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആണവ അന്തർവാഹിനിയായ അരിഹന്ത് നിർമ്മിച്ചത് എവിടെയാണ്? വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശാഖപട്ടണം INS കുർസുര എന്ന് പറയുന്ന അടുത്താണ്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണം INS കുർസുര എന്ന് പറയുന്ന അടുത്താണ്. ഇനി അപ്പൊ വിശാഖപട്ടണം തുറമുഖം ഒന്നുകൂടി വിശദീകരിച്ച് പഠിക്കാം. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ തിളക്കമുള്ള രത്നം എന്നും കിഴക്കൻ തീരത്തിന്റെ രത്നം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? വിശാഖപട്ടണം തുറമുഖമാണ്. ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖം, പിന്നെ ബംഗാൾ ഉൾക്കടലിലെ ഒരേ ഒരു പ്രകൃതിദത്ത തുറമുഖം ഒക്കെ ഏതാണ്? ഈ വിശാഖപട്ടണം തുറമുഖമാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റീസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? വിശാഖപട്ടണത്തിലാണ്. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഡോൾഫിൻ നോസ് ഹിൽസിനും റോസ് ഹിൽസിനും ഇടയിലാണ് കേട്ടോ. 2 ഹില്ലുകൾക്കിടയിലാണ് വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ആണവ അന്തർവാഹിനിയായ അരിഹന്ത് നിർമ്മിച്ചത് വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? INS കുർസുരയിലാണ്. അതായത് വിശാഖപട്ടണത്തിലെ INS കുർസുരയിലാണ്. അടുത്ത നമുക്ക് കൊൽക്കത്ത ഹാൽദിയ തുറമുഖം പരിചയപ്പെടാം. കൊൽക്കത്ത പോർട്ടിന്റെ പുതിയ പേരെന്താണ്? ശ്യാം പ്രസാദ് മുഖർജി തുറമുഖം. അപ്പൊ കൊൽക്കത്ത പോർട്ടിൽ ഇപ്പൊ അറിയപ്പെടുന്നത് ശ്യാം പ്രസാദ് മുഖർജി തുറമുഖം എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഇപ്പോഴും പ്രവർത്തനത്തിലുള്ള തുറമുഖം ഏതാണ്? കൊൽക്കത്ത ഹാൽദിയ തുറമുഖമാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഇപ്പോഴും പ്രവർത്തനത്തിലിരിക്കുന്ന തുറമുഖമാണ് കൊൽക്കത്ത ഹാൽദിയ തുറമുഖം. ഇന്ത്യയിൽ ഇനിയിപ്പോ കൊൽക്കത്ത ഹാൽദിയ തുറമുഖത്തിന്റെ ചില വിശേഷണങ്ങളാണ്. ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖവും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം കൂടിയായ തുറമുഖവും ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ, അതായത് കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖവും ഏതാണ്? കൊൽക്കത്ത തുറമുഖമാണ്. കൊൽക്കത്ത തുറമുഖത്തിന്റെ വിശേഷണങ്ങളാണ് ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖവും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം കൂടിയായ തുറമുഖവും ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ, അതായത് കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖവും ഏതാണ്? കൊൽക്കത്ത തുറമുഖമാണ്. കൊൽക്കത്ത തുറമുഖത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ നിർമ്മിച്ച തുറമുഖം ഏതാണ്? ഹാൽദിയ. അപ്പൊ ഈ ഹാൽദിയ നിർമ്മിച്ചത് എന്തിനാന്ന് വെച്ചാൽ കൊൽക്കത്ത തുറമുഖത്തിൽ തിരക്കുള്ളത് കാരണം അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാൽദിയ എന്ന് പറയുന്ന മറ്റൊരു തുറമുഖം നിർമ്മിക്കുകയുണ്ടായത്. കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഹൂഗ്ലി നദിയിലാണ് കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കൊൽക്കത്ത ഹാൽദിയ തുറമുഖം, കൊൽക്കത്ത പോർട്ടിന്റെ പുതിയ പേരാണ് ശ്യാം പ്രസാദ് മുഖർജി തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഇപ്പോഴും പ്രവർത്തനത്തിലുള്ള തുറമുഖം ഏതാണ്? കൊൽക്കത്ത ഹാൽദിയ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖവും ഏതാണ്? കൊൽക്കത്ത ഹാൽദിയ തുറമുഖമാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം കൂടിയായ തുറമുഖം ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ, അതായത് കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത തുറമുഖത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ നിർമ്മിച്ച തുറമുഖവും ഹാൽദിയാണ്. കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഹൂഗ്ലിയാണ് കേട്ടോ. ഇനി അടുത്തത് ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? പാരാദീപും ന്യൂ മാംഗ്ലൂരും ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖങ്ങളാണ് പാരാദീപും ന്യൂ മാംഗ്ലൂരും. പാരാദീപ് തുറമുഖത്തെ പറ്റി പറയുന്നത് എന്തൊക്കെയാണ്? പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അപ്പൊ ഒന്നുകൂടി പറയാം. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖങ്ങൾ ഏതാണ്? പാരാദീപും ന്യൂ മാംഗ്ലൂരും. പാരാദീപ് തുറമുഖത്തെ പറ്റി വിശദീകരിച്ച് പഠിക്കുമ്പോൾ പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. പാരാദീപ് ഒരു മനുഷ്യനിർമ്മിത തുറമുഖമാണ്. പാരാദീപിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1966 ഏപ്രിൽ 18-ാം തീയതിയാണ്. എന്നാണ് പാരാദീപിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത്? 1966 ഏപ്രിൽ 18-ന്.
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൂർവ്വ തീര തുറമുഖവും ജപ്പാനിലേക്ക് ഇരുമ്പയിർ കയറ്റി അയക്കുന്ന ഇന്ത്യൻ തുറമുഖവും ഏതാണ്? പാരാദീപ് തുറമുഖമാണ്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൂർവ്വ തീര തുറമുഖവും ജപ്പാനിലേക്ക് ഇരുമ്പയിർ കയറ്റി അയക്കുന്ന ഇന്ത്യൻ തുറമുഖവും ഏതാണ്? പാരാദീപ് തുറമുഖമാണ്. അടുത്ത നമുക്ക് പോർട്ട് ബ്ലെയർ തുറമുഖത്തെ പറ്റി നോക്കാം. ഏറ്റവും അവസാന രൂപം കൊണ്ട തുറമുഖമാണ് ഏത്? പോർട്ട് ബ്ലെയർ തുറമുഖം. 13ാമത്തെ മേജർ തുറമുഖവും സിംഗപ്പൂർ സൗദി അറേബ്യ ഷിപ്പിംഗ് ലൈനിനും US സിംഗപ്പൂർ ഷിപ്പിംഗ് ലൈനിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ്? പോർട്ട് ബ്ലെയർ തുറമുഖമാണ്. അപ്പൊ സിംഗപ്പൂർ സൗദി അറേബ്യ ഷിപ്പിംഗ് ലൈനിനും US സിംഗപ്പൂർ ഷിപ്പിംഗ് ലൈനിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ് ചോദിച്ചാൽ അത് ഏതാണ്? പോർട്ട് ബ്ലെയർ തുറമുഖമാണ്. പോർട്ട് ബ്ലെയറിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2010-ലാണ്. 2010-ലാണ് പോർട്ട് ബ്ലെയറിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത്. പോർട്ട് ബ്ലെയർ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ് കേട്ടോ. അപ്പൊ പോർട്ട് ബ്ലെയർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ്. 13ാമത്തെ മേജർ തുറമുഖമാണ്. പിന്നെ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബറിലാണ്. പോർട്ട് ബ്ലെയറിലെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 2010-ലാണ്. അടുത്തത്, ഒരു തുറമുഖത്തിന്റെ സേവനം ലഭ്യമാകുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഹിൻഡർലാൻഡ് എന്നാണ് കേട്ടോ. അത് മനസ്സിലാക്കി വെക്കുക. ഒരു തുറമുഖത്തിന്റെ സേവനം ലഭ്യമാകുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഹിൻഡർലാൻഡ് എന്നാണ്. ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖം ഏതാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്തയാണ് ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖം എന്നറിയപ്പെടുന്നത്. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിന്റെ ഭാഗം ഏതാണ്? ഡോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിന്റെ ഭാഗം അറിയപ്പെടുന്നത് ഡോഗ് എന്നാണ്. അപ്പോ ഇനി അടുത്തത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നത് 1964-ലാണ്. എന്നാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നത്? 1964. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആദ്യ ചെയർമാൻ ആരാണ്? PR സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യനാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആദ്യ ചെയർമാൻ ആയിട്ടുള്ളത്. അപ്പൊ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന 1964. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ആദ്യ ചെയർമാൻ PR സുബ്രഹ്മണ്യനാണ്. ഇപ്പൊ നമ്മളിത് ഇത്രയും മാത്രമേ ഇന്ന് പഠിക്കുന്നുള്ളൂ. ഇതിന്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് 11 മണിക്ക് വേറൊരു സെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തേക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സോട് കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് നോട്ടും മോക്ക് ടെസ്റ്റും എല്ലാം കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവരും നന്നായി പഠിക്കുക. LDC നമുക്ക് ശ്രമിച്ചാൽ എന്തായാലും നേടിയെടുക്കണം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.